തിങ്കളാഴ്ച സന്ധ്യ കഴിഞ്ഞ് 7:30യോടുകൂടിയാണ് പുത്തൻകുരിശിനടുത്ത് മറ്റക്കുഴിയിൽ നിന്ന് അമ്മയ്ക്കൊപ്പം ആലുവയിലേക്ക് യാത്ര പോയ 3 വയസ്സുകാരി കല്യാണിയെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വന്നത്. ആദ്യഘട്ടത്തിൽ കരുതിയത് കുട്ടി യാത്രക്കിടയിൽ ബസ്സിൽ എവിടെയോ വെച്ച് കുട്ടിയെ കാണാതായി എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറി. കുട്ടിയുടെ അമ്മയെ ചെങ്ങമനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമ്മ സന്ധ്യയുടെ മൊഴി വിശദമായി എടുത്തു. എവിടെയാണ് കുട്ടിയെ കാണാതെ പോയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളായിരുന്നു സന്ധ്യ പോലീസിനോട് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കുട്ടിയെ താൻ അംഗൻവാടിയിൽ നിന്ന് കൂട്ടിയ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ആലുവയിലേക്കുള്ള ബസ്സിൽ കയറി ഈ ഭാഗത്തേക്ക് വന്നു, അതിനിടയിൽ എവിടെയോ വെച്ച് കുട്ടിയെ കാണാതായി എന്നുള്ളതായിരുന്നു. പിന്നീട് പറഞ്ഞു ബസ്സിൽ വെച്ച് കുട്ടിയെ മറ്റാരോ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് വളരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കുഞ്ഞിനെ ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞെന്നും മൂഴിക്കുളം പാലത്തിന് അടുത്ത് വെച്ച് പാലത്തിൽ നിന്ന് കുട്ടിയെ ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ള കാര്യം സന്ധ്യ പറയുന്നത്. ഇതോടുകൂടി പോലീസ് ഇക്കാര്യം ഉറപ്പിക്കാൻ വേണ്ടി, കാരണം പരസ്പര വിരുദ്ധമായിട്ടാണ് ആദ്യം മുതൽ ആ സ്ത്രീ മൊഴികൾ നൽകിയിരുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് ഉറപ്പിക്കാൻ വേണ്ടി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. മാത്രമല്ല അവർ യാത്ര ചെയ്തിരുന്ന ബസ്സിൻ്റെ കണ്ടക്ടറുടെ മൊഴിയും എടുത്തു. ഇതോടുകൂടി കൃത്യം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയപ്പോഴേക്കും ഈ മൂഴിക്കുളം പാലത്തിൻ്റെ സമീപത്ത് ഈ അമ്മയും മകളും വന്നിറങ്ങി എന്നുള്ള കാര്യം പോലീസിനെ ബോധ്യപ്പെട്ടു. ഇതോടുകൂടി പോലീസിൻ്റെ അന്വേഷണം അത്രയും ഈ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു. മൂഴിക്കുളത്ത് ഈ ചാലക്കുടി പുഴയുടെ 2 വശത്തും പോലീസ് അന്വേഷിച്ചു. തുടർന്ന് നാട്ടുകാർ ചെറു തോണികളിൽ പുഴയിലും പരിശോധന നടത്തി. പക്ഷേ അർദ്ധരാത്രി പിന്നിടുവോളം പരിശോധന നാട്ടുകാരുടെ നേതൃത്വത്തിലും പോലീസിൻ്റെ നേതൃത്വത്തിലും നടത്തിയെങ്കിലും കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായില്ല. വെളിച്ചക്കുറവടക്കം ഈ തിരച്ചിലിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഒടുവിൽ അല്പനേരം ആ തിരച്ചിൽ നിർത്തിവെച്ചതിന് ശേഷം ആലുവയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരായ സ്കൂബ ടീം അംഗങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തി. ഒപ്പം പോലീസിനെ പലപ്പോഴും ഇത്തരം ഘട്ടങ്ങളിൽ സഹായിക്കാറുള്ള അല്പം കൂടി മെയ്വഴക്കമുള്ള ചില നാട്ടുകാരെയും ആലുവയിൽ നിന്ന് പോലീസ് ഇവിടെ എത്തിച്ചു. അങ്ങനെ അവർ ചേർന്ന് രാത്രി പുലർച്ചെ ഏതാണ്ട് 1 മണിയോടുകൂടി വീണ്ടും പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചു. ഈ മുങ്ങി ഉള്ളൊരു തിരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ തിരച്ചിൽ നടത്തി ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടുമ്പോഴാണ് പുലർച്ചെ ഏതാണ്ട് 2:30 മണിയോടുകൂടി ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ഈ മൂഴിക്കുളം പാലത്തിൻ്റെ നേരെ താഴെ 2ാമത്തെ ബീമിൻ്റെ അരികിൽ ഒരു തടിയിൽ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ ഏതെങ്കിലും തരത്തിൽ ജീവനോടെ രക്ഷപ്പെടുത്താമെന്നുള്ളൊരു നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും പുലർച്ചെ 2:30യോടുകൂടി ആ പ്രതീക്ഷ അസ്തമിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ അമ്മ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. കുഞ്ഞിൻ്റെ അമ്മ മാനസികമായ ചില പ്രശ്നങ്ങളുള്ള ആളാണ് എന്ന് ചില ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചില ബന്ധുക്കൾ പറയുന്നത് അത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളൊന്നും ആ യുവതിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് കുടുംബത്തിൽ അവരുടെ വീട്ടിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് ഈ തരത്തിൽ കുഞ്ഞിനെ അമ്മ ഉപേക്ഷിച്ചത് എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ ഇതിൽ പോലീസാണ് ഒരു ഔദ്യോഗികമായ വിശദീകരണം നൽകേണ്ടത്. സന്ധ്യയ്ക്ക് മറ്റൊരു മകൻ കൂടിയുണ്ട്. മൂത്ത മകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതാണ്ട് 10 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ സന്ധ്യയ്ക്ക് ഉണ്ടായിരുന്നോ, അതല്ല മറ്റെന്തെങ്കിലും കാരണങ്ങളുടെ പേരിലാണോ സന്ധ്യ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് ഇനി ഉത്തരം കിട്ടേണ്ടതുണ്ട്.